ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബാംഗിൾസ് ആയിട്ടാണ്. അപ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ട് ബാംഗിൾസിൻ്റെ കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കിറ്റുകൾ. അപ്പോൾ അത് ഡിമാൻഡ് പ്രകാരം നമുക്ക് കുറേ ബാംഗിൾസ് ചോദിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ബാംഗിൾസ് ചില ടീമിന് അയച്ചു കൊടുത്തത് ഫുള്ളിയാണ്. അപ്പോൾ അവർക്കൊക്കെ കട്ട് ചെയ്യാനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതേപോലെ ഈ മാർക്ക് ഉണ്ടല്ലോ, ആ മാർക്കിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കട്ടർ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ സൈഡിൽ കണ്ട ബ്ലേഡ് പോലെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പുറത്തെ സൈഡിൽ ഹോളാണ്. ഈ ഒരു ടൈപ്പ് എടുത്തിട്ട് ഇതേപോലെ ആ മാർക്കിൻ്റെ തൊട്ടിപ്പുറം വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഈ ഹോൾസിൻ്റെ ഇപ്പുറത്തുനിന്ന് കാണുന്ന പോലെ പാകത്തിന് വെച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് നല്ല പ്രസ്സായിട്ട് ഞെക്കുക. നടുക്ക് ഇപ്പം ഞാൻ ഇവിടെ പിടിച്ച പോലെ ഞെക്കാതെ ഏറ്റവും എൻഡിൽ പിടിച്ച് ഞെക്കി ഇതേപോലെ പൊട്ടിക്കിട്ടും. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ബാംഗിൾസ് ഈ സൈഡിൽ കട്ട് ചെയ്യാൻ വേണ്ടിയും അപ്പുറത്തെ മാർക്ക് അവിടെയാണ് ഇതേപോലെ വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ സ്പേസ് കുറേ കിട്ടും നമുക്ക്. എന്നിട്ട് നമ്മൾ ഹാൻഡിലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ, പെട്ടെന്ന് കട്ടായി കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് സിമ്പിളായിട്ട് എടുക്കാം. ഇത്രേ ഉള്ളൂ ബാംഗിൾസ് കട്ട് ചെയ്യാൻ വേണ്ടി. ഇതേപോലെ ഒരേ സൈസിൽ കിട്ടും നമുക്ക്. ഇത് ചെറുതും വലുതുമാണ് സൈസ്, അതാണ് വ്യത്യാസം വന്നേക്കുന്നത്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ളൂ. ഇനി കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. കൂടുതൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ചെടുത്തിട്ട് അവിടവും കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഇട്ട് വളച്ച് അവിടെ നിന്ന് തന്നെ എടുക്കാൻ നോക്കല്ലേ. നമ്മൾ ആ കട്ടർ താഴെ വെച്ചിട്ട് ഇത് നോക്കണം, അല്ലെങ്കിൽ ഫുള്ളി വളഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ. കട്ട് ചെയ്യുമ്പോഴൊക്കെ കൈയൊക്കെ സൂക്ഷിക്കുക. പിന്നെ നമുക്ക് ഇതേപോലെ എൻഡ് ബീഡ് ഇട്ട് അത് ലോക്ക് ചെയ്താൽ മതി. അപ്പം കുള്ളി തള്ളി നിൽക്കല്, കൈ മുറിയാതെ. അപ്പോൾ ആ ബീഡ് പകുതിക്കുന്ന ഉള്ളിലേക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ഗ്ലിറ്റർ ട്യൂബോ ബീഡ്സോ ഗ്ലാസ് ബീഡ്സോ എന്ത് വെച്ച് വേണേലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. കമ്പിയുടെ തന്നെ ആയതുകൊണ്ട് നല്ല വെയിറ്റും നമുക്ക് അത്യാവശ്യം പിടിച്ച് ഉരുട്ടി എല്ലാം കയറ്റാൻ പറ്റും അതിൻ്റെ ഉള്ളിലേക്ക് ബീഡ്സുകൾ ചെറുതാണേലും. അപ്പോൾ ഇത്ര സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഇതേപോലെ ഞാൻ 2 ബാംഗിൾസ് ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് ബീഡ്സും അതേപോലെ ഗ്ലിറ്റർ ട്യൂബും വെച്ച്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക്